ആ പ്രമുഖ ചാനലിൽ നിന്ന് ഇതുപോലൊരു വ്യാജ പ്രചരണം വന്ന സമയത്ത് ഞാൻ അതിൻ്റെ ആളെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ ഒരു കാര്യം പറയണ കേട്ടു പെൻഷൻ സംബന്ധിച്ചിട്ട് 18 മാസം മുൻപ് കാലത്ത് കുടിശ്ശികയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നിയമസഭയിൽ ചോദിച്ചതാണ്. 18 മാസം കുടിശ്ശികയാണെങ്കിൽ നിങ്ങൾ ആ കുടിശ്ശിക കൊടുത്തതിൻ്റെ ഒരു സർക്കാർ ഉത്തരവ് കാണിക്കില്ല. ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് അത് കൊടുത്തത്? ഇല്ല. നിങ്ങൾ തന്നെ വൈറ്റ് പേപ്പറിൽ പറയുന്നുണ്ട് 3 മാസത്തേക്ക് കണക്കാക്കുന്ന 1000 കോടി കുടിശ്ശികയായി കൊടുത്തു എന്നുള്ളത്. അത് എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് നിങ്ങളിപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്ന പോലെ തന്നെ ആ പ്രചരണം നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് നടത്തുകയാണ്. അപ്പോൾ എന്തെങ്കിലും രേഖയുണ്ടോ അതിന്? അത് രേഖയുണ്ട്. അത് അവരുടെ ഒരു മുൻ മന്ത്രി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കിട്ടാതാണ് ഇത് അടിച്ചു വിട്ടേക്കുന്നത്. എന്നിട്ട് തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കിട്ടുമ്പോൾ എനിക്കൊന്ന് തരണേന്ന് പറഞ്ഞു. തരാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ വിളിച്ചു. ആ മന്ത്രി തന്നായിരുന്നോ രേഖ? മുൻ മന്ത്രിയാണ്. തന്നോ? 1ാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്നു, CPM നേതാവാണ്. ഇല്ല, നാളെ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നാളെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളിച്ചു. ആ രേഖ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് വേണമെന്ന്. കിട്ടിയിട്ടില്ല. അത് പിന്നെ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കിട്ടില്ല, അത് പിന്നെ തരാൻ കഴിയില്ല, കാരണം ഇല്ല.